Dear students, we shall continue our discussions on allotment of shares. So today we shall begin with allotment of securities. Allotment of securities. Allotment of securities in the allotment is the acceptance of the offer by the company. Allotment is the acceptance of the offer by the company. Or we can say allotment is the acceptance of the offer given by a prospective investor to invest into the securities of a company. ഒരു പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റർ ഒരു കമ്പനിയുടെ സെക്യൂരിറ്റീസ് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് കൊടുക്കുന്ന ഒരു ഓഫർ, കമ്പനിക്ക് കൊടുക്കുന്ന ഒരു ഓഫർ കമ്പനി അക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. Allotment shall not be made unless the following requirements are satisfied. ഒരു കമ്പനി അലോട്ട്മെന്റ് നടത്തണമെന്നുണ്ടെങ്കിൽ കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന റിക്വയർമെൻറ്റ്സ് എല്ലാം ഫുൾഫിൽ ചെയ്യണം. ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് ഒരു പബ്ലിക് ഓഫർ നടത്തുമ്പോൾ ആ പബ്ലിക് ഓഫറിലൂടെ കിട്ടുന്ന ആപ്ലിക്കേഷൻസ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കമ്പനി ഫുൾഫിൽ ചെയ്യേണ്ട കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഫോർമാലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് മിനിമം സബ്സ്ക്രിപ്ഷൻ. കമ്പനി ഷുഡ് ensure that minimum subscription is received before making an allotment. ഒരു അലോട്ട്മെൻറ്റ് നടത്തുന്നതിന് മുമ്പായിട്ട് ആ ഇഷ്യൂവിൻ്റെ മേൽ മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് റിസീവ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പാക്കുക. മിനിമം സബ്സ്ക്രിപ്ഷൻ എന്താ? അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് ടു ദി പബ്ലിക് ഇൻ റെസ്പോൺസ് ടു എ പബ്ലിക് ഓഫർ ക്യാൻ ബി മെയ്ഡ് only if the company managed to get sufficient subscription to meet the initial requirements of the company. അതാണ് ഈ മിനിമം സബ്സ്ക്രിപ്ഷൻ. ഇനീഷ്യൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ ആവശ്യമായ എമൗണ്ട് കളക്ട് ചെയ്യപ്പെടും എന്ന് ഉറപ്പാക്കണം. ദി എമൗണ്ട് ടു ബി കളക്റ്റഡ് ആസ് മിനിമം സബ്സ്ക്രിപ്ഷൻ ഈസ് അറൈവ്ഡ് ആഫ്റ്റർ കാൽക്കുലേറ്റിംഗ് ദി ഇനീഷ്യൽ ക്യാപിറ്റൽ റിക്വയർഡ് ഫോർ ദി ഫംഗ്ഷനിങ് ഓഫ് ദി കമ്പനി. ദിസ് എമൗണ്ട് വിൽ ബി മെൻഷൻഡ് ഇൻ ദി പ്രോസ്പെക്ടസ് ഇറ്റ് സെൽഫ്. ഇപ്പം മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് പ്രോസ്പെക്ടസിൽ മെൻഷൻ ചെയ്തിരിക്കും. If the minimum subscription is not achieved within a period of 30 days from the date of issue of the prospectus, ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് 30 ദിവസത്തിനകം മിനിമം സബ്സ്ക്രിപ്ഷൻ കളക്ട് ചെയ്യാൻ കമ്പനിക്ക് പറ്റുന്നില്ല എങ്കിൽ എന്താ, 30 days from the date of issue of the prospectus, then the amount shall be returned within the specified period. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഇഷ്യൂവുമായിട്ട് മുന്നോട്ട് പോകാൻ കമ്പനിക്ക് സാധ്യമല്ല. കമ്പനി ആ ഇഷ്യൂ ഡ്രോപ്പ് ചെയ്യുകയും കളക്ട് ചെയ്ത എമൗണ്ട് റിട്ടേൺ ചെയ്യുകയും ചെയ്തിരിക്കണം. അപ്പം മിനിമം സബ്സ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. നെക്സ്റ്റ് ഈസ് ആപ്ലിക്കേഷൻ മണി. അനദർ റിക്വയർമെൻറ്റ് ഈസ് ദാറ്റ് the amount payable on application on each share shall not be less than 5% of the nominal amount of the share. അപ്പം കമ്പനി ആപ്ലിക്കേഷൻ മണി കളക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഓരോ ഷെയറിൻ്റെയും നോമിനൽ വാല്യൂവിൻ്റെ 5% കുറയാൻ പാടില്ല. ദിസ് ആപ്ലിക്കേഷൻ മണി ഷാൽ ബി ഡിപ്പോസിറ്റഡ് വിത്ത് an account maintained in a scheduled bank. അപ്പോൾ ആപ്ലിക്കേഷൻ മണി ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ആ അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കണം. ഈ ആപ്ലിക്കേഷൻ മണിയുടെ കളക്ഷനും അലോട്ട്മെൻറ്റ് മണിയുടെ കളക്ഷനും ദെൻ ഫസ്റ്റ് കോൾ സെക്കൻഡ് കോൾ എന്നൊക്കെ പറയുന്നത് ഇപ്പം നമ്മുടെ അറ്റ് പ്രസൻറ്റ് ഇതിനൊന്നും പ്രസക്തിയില്ല. കാരണം കമ്പനികൾ ഇതിൻ്റെ മുഴുവൻ എമൗണ്ടും നോമിനൽ വാല്യൂ പൂർണ്ണമായിട്ടും അതിന് പുറമേ എന്താ ഒരു ഹൈ പ്രീമിയം കൂടിയാണ് അലോട്ട്മെൻറ്റ് സമയത്തിന് മുമ്പ് തന്നെ കളക്ട് ചെയ്യുന്നത്. ഇപ്പം കമ്പനികളെല്ലാം തന്നെ ഇപ്പോൾ 1 രൂപ വിലയുള്ളത് 1000-ഉം 2000-ഉം രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ എന്താ, വളരെ കൂടിയ പ്രീമിയത്തിന് വിൽക്കുന്നു. അവിടെ ഈ ആപ്ലിക്കേഷൻ മണിയുടെ ഒന്നും കളക്ഷൻ്റെ ഒരു പ്രസക്തി വരുന്നില്ല. പക്ഷെ നമ്മൾ തിയറിറ്റിക്കലായിട്ട് ഓർത്തിരിക്കുക, ഒരു അലോട്ട്മെൻറ്റ് മുമ്പുള്ള ഒരു ലീഗൽ ഫോർമാലിറ്റീസൊക്കെയാണ്. ആപ്ലിക്കേഷൻ മണി കളക്ട് ചെയ്യണം, അത് നോമിനൽ വാല്യൂവിൻ്റെ 5% കുറയാൻ പാടില്ല. ദെൻ ഓപ്പണിംഗ് ഓഫ് ദി സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റ്. ഇഫ് എ കമ്പനി ഹാസ് ഇഷ്യൂഡ് പ്രോസ്പെക്ടസ് ഓഫറിംഗ് ഷെയർസ്, ദി കമ്പനി കനോട്ട് അലോട്ട് ഷെയർസ് അറ്റ് വൺസ്. ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിനനുസരിച്ച് വേണം അലോട്ട്മെൻറ്റ് സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റ് എല്ലാം പബ്ലിഷ് ചെയ്യാനായിട്ട്. The prospectus has to state the dates of opening and closing of the issue.
Allotment can be made only as per the schedule given in the prospectus. ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തൊരു പബ്ലിക് ഓഫർ ആണെങ്കിൽ അലോട്ട്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന ഷെഡ്യൂൾ അനുസരിച്ച് മാത്രമേ ഷെയർ ഇഷ്യൂവുമായിട്ടുള്ള പ്രൊസീഡിങ്സ് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. ദെൻ നാലാമത്തെ ഫോർമാലിറ്റി എന്താ? ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ് ടു ബി ലിസ്റ്റഡ് ഓൺ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഒരു പബ്ലിക് ഓഫർ കഴിഞ്ഞാൽ ആ പബ്ലിക് ഓഫറിലൂടെ അലോട്ട് ചെയ്യുന്ന ഷെയർസ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് 30 ദിവസത്തിനകം ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ, റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കണം. Every company intending to offer shares to the public for subscription by the issue of prospectus shall, before such issue, make an application to one or more recognized stock exchange for permission for the listing of its shares. പബ്ലിക് ഓഫറിലൂടെ ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് ഒരു കമ്പനി അതിൻ്റെ ഷെയർസ് പബ്ലിക്കിന് ഓഫർ ചെയ്യുകയാണ് എങ്കിൽ അങ്ങനെ ഒരു ഇഷ്യൂവിന് മുമ്പ് തന്നെ ഒന്നോ അതിലധികമോ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് ലിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കണം. ലിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഇൻക്ലൂഡിംഗ് ദി നെയിം ഓഫ് സെക്യൂരിറ്റീസ് ഇൻ ദി ഒഫീഷ്യൽ ട്രേഡിംഗ് ലിസ്റ്റ് ഓഫ് എ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ലിസ്റ്റിംഗ് ഓഫ് ഷെയർസ് ഇൻ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മീൻസ് ഇൻക്ലൂഡിംഗ് ദി നെയിം ഓഫ് ദി ഷെയർസ് അല്ലെങ്കിൽ ഇൻക്ലൂഡിംഗ് ദി ഷെയർസ് ഇൻ ദി ഒഫീഷ്യൽ ട്രേഡിംഗ് ലിസ്റ്റ് ഓഫ് എ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കണം. ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷമേ ഇഷ്യൂവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ദെൻ റിട്ടേൺ ആസ് ടു അലോട്ട്മെൻറ്റ്സ്. വിതിൻ 30 days of the allotment of shares by a company, the company shall file with the registrar a return showing the details of shares allotted. അപ്പോൾ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് 30 ദിവസത്തിനകം അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ അടുത്ത് ഫയൽ ചെയ്തിരിക്കണം. അപ്പം ഇങ്ങനെ ഫയൽ ചെയ്യുന്ന ഡോക്യുമെന്റ് നമ്മൾ എന്താ പറയുന്നത്? ദിസ് ഡോക്യുമെന്റ് ഈസ് നോൺ ആസ് റിട്ടേൺ ആസ് ടു അലോട്ട്മെന്റ്. ഇത്രയും കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങൾ എന്തായിട്ട് വരുന്നതാണ്? ഒരു അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഫോർമാലിറ്റീസ് ആണ്. ഈ ഫോർമാലിറ്റീസ് എല്ലാം ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഒരു കമ്പനിക്ക് അലോട്ട്മെന്റുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് ഈസ് അണ്ടർ റൈറ്റിംഗ് കോൺട്രാക്ട്സ്. ഈ കമ്പനികൾ ഒരു പബ്ലിക് ഓഫർ നടത്തുമ്പോൾ മിനിമം സബ്സ്ക്രിപ്ഷൻ ഉറപ്പാക്കാൻ കഴിയുന്നില്ല എങ്കിൽ ആ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ഡ്രോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ കമ്പനികൾക്ക് ഭീമമായ നഷ്ടം ഉണ്ടാകും. ഈ ഒരു നഷ്ടം ഒഴിവാക്കുന്നതിനും മിനിമം സബ്സ്ക്രിപ്ഷൻ ഉറപ്പാക്കുന്നതിനും വേണ്ടി കമ്പനികൾ അണ്ടർ റൈറ്റിംഗ് കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടാറുണ്ട്. ഇപ്പം അണ്ടർ റൈറ്റിംഗ് കോൺട്രാക്ട്സ് എൻഷുവേഴ്സ് മിനിമം സബ്സ്ക്രിപ്ഷൻ ഇൻ കേസ് ഓഫ് എ പബ്ലിക് ഓഫർ. മിനിമം സബ്സ്ക്രിപ്ഷൻ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് കമ്പനികൾ അണ്ടർ റൈറ്റിംഗ് കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടുന്നത്. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് ഓഫ് അണ്ടർ റൈറ്റിംഗ് കോൺട്രാക്ട്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ നമ്മൾ ഒരു ആൻസർ ആയിട്ട് കൊടുക്കുന്നത്. എൻഷുവേഴ്സ് കളക്ഷൻ ഓഫ് മിനിമം സബ്സ്ക്രിപ്ഷൻ. അതാണ് അണ്ടർ റൈറ്റിംഗ് കോൺട്രാക്റ്റുകളുടെ സിഗ്നിഫിക്കൻസ്. ദ റൂൾ ഓഫ് മിനിമം സബ്സ്ക്രിപ്ഷൻ സ്റ്റിപ്പുലേറ്റ് ദാറ്റ് ദി കമ്പനി ഷാൽ നോട്ട് ഇഷ്യൂ ഷെയർസ് unless it achieves minimum subscription. This rule may sometimes lead to situations where the entire attempt to issue shares fail. The minimum subscription കളക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ entire attempt to issue shares ആ ഒരു പബ്ലിക് ഇഷ്യൂ ഫെയിൽ ആയി പോവാം. So because of the poor response on the part of the public, to prevent such a mishap, an underwriting contract may be entered into between the company and an individual, a firm or an institution known as an underwriter. ഇങ്ങനെയൊരു അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി കമ്പനി ഒരു വ്യക്തിയുമായിട്ടോ ഒരു സ്ഥാപനവുമായിട്ടോ അല്ലെങ്കിൽ ഒരു അണ്ടർറൈറ്ററുമായിട്ടോ ഒരു കരാറിൽ ഏർപ്പെടാം. ദി അണ്ടർറൈറ്റർ അഗ്രീസ് ടു ടേക്ക് up the whole or part of the shares which may not be subscribed by the public in consideration for a commission. അണ്ടർറൈറ്റേഴ്സ് എന്താ ചെയ്യുന്നത്? അണ്ടർറൈറ്റേഴ്സ് അഗ്രീസ് ടു ടേക്ക് up the whole or part of the shares. ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യപ്പെടാതെ പോകുന്ന ഷെയർസ് പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ മിനിമം സബ്സ്ക്രിപ്ഷൻ ഉറപ്പാകുന്ന രീതിയിൽ അതിൻ്റെ പാർട്ട് ഓഫ് ദി ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാമെന്നൊരു ഉറപ്പാണ് കൊടുക്കുന്നത്. സോ അതൊരു കൺസിഡറേഷൻ ഒരു കമ്മീഷന് വേണ്ടി അണ്ടർറൈറ്റിംഗ് കമ്മീഷനുണ്ട്. ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അണ്ടർറൈറ്റേഴ്സിന് കിട്ടുന്ന ഒരു റെമ്യൂണറേഷൻ നമ്മൾ പറയും? അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ.
ദിസ് എഗ്രിമെൻ്റ് ഈസ് ഇൻ ദി നേച്ചർ ഓഫ് ആൻ ഇൻഷുറൻസ് അഗെയിൻസ്റ്റ് റിസ്ക്. ഇപ്പോൾ ഈ ഒരു അണ്ടർറൈറ്റിംഗ് എഗ്രിമെൻ്റ് എന്താ, ഒരു ഇൻഷുറൻസ് പോലെയാണ്. ദി റിസ്ക് ഓഫ് നോട്ട് അച്ചീവിങ് മിനിമം സബ്സ്ക്രിപ്ഷൻ അച്ചീവ് ചെയ്യാൻ സാധിക്കാതെ പോവുക എന്നുള്ള ആ റിസ്ക് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കമ്പനികൾ ഒരു പബ്ലിക് ഇഷ്യൂവിൻ്റെ സമയത്ത് അണ്ടർറൈറ്റിംഗ് കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടുന്നത്. Then next is voting right, that is given in section 47. Every member of a company limited by shares and holding equity shares shall have a right to vote on every resolution placed before the company. ഒരു ലിമിറ്റഡ് ബൈ ഷെയർസ് കമ്പനിയുടെ എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും കമ്പനിയുടെ മുമ്പിൽ വരുന്ന എല്ലാ റെസൊല്യൂഷൻസിൻ്റെ മേലും വോട്ട് ചെയ്യാനുള്ള വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. His voting right on a poll shall be in proportion to his share in the paid up equity share capital of the company. ഓരോ ഷെയർ ഹോൾഡറിൻ്റെയും വോട്ടിംഗ് റൈറ്റ് എന്താണ്, അയാളുടെ ആ പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലെ പ്രൊപ്പോർഷൻ അനുസരിച്ചാണ്. ഒരാൾക്ക് പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 2% കൈവശം വയ്ക്കുന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ടോട്ടൽ വോട്ടിംഗ് റൈറ്റിൻ്റെ 2% ആ ഷെയർ ഹോൾഡറിനുണ്ടാകും. ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾ അനുസരിച്ചല്ല, 1 man 1 vote അല്ല, 1 ഷെയർ ഹോൾഡർ 1 vote അല്ല. അപ്പം എത്ര ശതമാനം പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഒരു വ്യക്തിയുടെയോ സ്ഥാപനത്തിൻ്റെയോ കൈവശമുണ്ടോ അത്രയും വോട്ടിംഗ് റൈറ്റും അവർക്കുണ്ടാകുന്നു. Then preference shareholders shall have a right to vote only on resolutions placed before the company which directly affect the rights attached to its preference shares. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ അവകാശങ്ങളെ നേരിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ അവകാശങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ റെസൊല്യൂഷൻ വന്നു കഴിഞ്ഞാൽ അവയുടെ മേൽ വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്. Then he can also vote on any resolution for the winding up of the company or for the repayment or reduction of its equity or preference share capital. അതുപോലെ തന്നെ കമ്പനിയുടെ വൈൻഡിങ് അപ്പുമായിട്ട് ബന്ധപ്പെട്ട റെസൊല്യൂഷൻസിൻ്റെ മേലോ അല്ലെങ്കിൽ കമ്പനിയുടെ എന്താണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലോ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലോ ഒക്കെ ഒരു കുറവ് വരുത്തുന്നതിനോ അല്ലെങ്കിൽ അതുമായിട്ട് റീപേയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട റെസൊല്യൂഷൻസോ ആണെങ്കിൽ അവയുടെ മേലും വോട്ട് ചെയ്യാനുള്ള റൈറ്റ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റെസൊല്യൂഷൻസിലും വോട്ട് ചെയ്യാനുള്ള വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ അവകാശങ്ങളെ ബാധിക്കുന്ന അല്ലെങ്കിൽ കമ്പനിയുടെ വൈൻഡിങ് അപ്പുമായിട്ട് ബന്ധപ്പെട്ട കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലോ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലോ ഒരു കുറവ് വരുത്താനുള്ള ചേഞ്ച് വരുത്താനുള്ള റെസൊല്യൂഷൻസ് ആണെങ്കിൽ അങ്ങനെയുള്ള റെസൊല്യൂഷൻസിൽ വോട്ട് ചെയ്യാനുള്ള റൈറ്റാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുള്ളത്. ഇപ്പോൾ വോട്ടിംഗ് റൈറ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് പ്രധാനമായിട്ടും സെക്ഷൻ 47 കൊടുത്തിരിക്കുന്നത്. Then വേരിയേഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ്സ്. ഇപ്പം ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഓൾറെഡി നിലവിലുള്ള വോട്ടിംഗ് റൈറ്റിൽ വേരിയേഷൻസ് വരുത്തപ്പെടാം. അപ്പം അതിൻ്റെ ലീഗൽ ഫോർമാലിറ്റീസ് ഫുൾഫിൽ ചെയ്യണം. 2013 കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ലീഗൽ ഫോർമാലിറ്റീസ് ഫുൾഫിൽ ചെയ്യേണ്ടതാണ്. where the share capital of a company is divided into different class of shares. സാധാരണ എന്താ ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കാണും, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ കാണും. Then the rights attached to shares of any class may be varied. ഇപ്പം പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ടതോ ആയ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വോട്ടിംഗ് റൈറ്റിൽ ഒരു വേരിയേഷൻ വരുത്തണമെന്നുണ്ടെങ്കിൽ then with the consent in writing of the holders of not less than 3/4 of the issued shares of that class. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ വോട്ടിംഗ് റൈറ്റിൽ വ്യതിയാനം വരുത്തണമെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്താണ് 4/3 റൈറ്റിങ്ങിലുള്ള കൺസെൻറ്റ് കിട്ടണം. അപ്പം 4/3 പൂർണ്ണമായ സമ്മതമുണ്ടെങ്കിൽ മാത്രമേ 3/4 സമ്മതത്തോടു കൂടി മാത്രമേ വോട്ടിംഗ് റൈറ്റിൽ മാറ്റം വരുത്താൻ സാധിക്കുകയുള്ളൂ. Then 2. By means of a special resolution passed at a separate meeting, such variation shall be effected only if it is contained in the memorandum or articles of the company. 2 കാര്യങ്ങളുണ്ട്. ഏത് ക്ലാസ്സിൽപ്പെട്ട ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആണ് വോട്ടിംഗ് റൈറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത്, ആ ക്ലാസ്സിൽപ്പെട്ട ഷെയർ ഹോൾഡേഴ്സിൻ്റെ 3/4 റിട്ടേൺ കൺസെൻറ്റ് കിട്ടണം. ഇതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷനും പാസ്സാക്കണം. ദെൻ ഇനി ഇതെല്ലാം ഫോർമാലിറ്റീസ് ഫുൾഫിൽ ചെയ്താലും such a variation shall be effected only if it is contained in the memorandum or articles of the company. ഇങ്ങനെ ഒരു വേരിയേഷന് അനുവദിക്കുന്ന അല്ലെങ്കിൽ വേരിയേഷൻ അലോ ചെയ്യുന്നൊരു പ്രൊവിഷൻ കമ്പനിയുടെ മെമ്മോറാണ്ടത്തിലും ആർട്ടിക്കിളിലും ഉണ്ടെങ്കിൽ മാത്രമേ
വോട്ടിംഗ് റൈറ്റിൽ വേരിയേഷൻ വരുത്താൻ സാധിക്കുകയുള്ളൂ. If a variation by one class of shareholders affect the rights of any other class of shareholders, the consent of 3/4 of such other class of shareholders shall also be obtained, and the provisions discussed above. എന്താണ് നമ്മൾ ആ മുകളിൽ പറഞ്ഞതുപോലെ സ്പെഷ്യൽ റെസൊല്യൂഷൻ കിട്ടിയിരിക്കണം. ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ഷെയർ ഹോൾഡേഴ്സിൻ്റെ വോട്ടിംഗ് റൈറ്റിൽ വരുത്തുന്ന വ്യതിയാനം മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ഷെയർ ഹോൾഡേഴ്സിൻ്റെ അവകാശങ്ങളെ ബാധിക്കുന്നുണ്ടെങ്കിൽ അവരുടെയും 3/4 കൺസെൻറ്റ് കിട്ടിയിരിക്കണം. അവരും ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിരിക്കണം. Then, where the holders of not less than 10% of the issued shares of a class, ഇനി അതുപോലെ തന്നെ മൂന്നാമതായിട്ട് ഏതെങ്കിലും ഒരു ഇഷ്യൂഡ് ക്ലാസ്സിൽപ്പെട്ട ഷെയർ ഹോൾഡേഴ്സിൻ്റെ 10% കുറയാത്ത ആളുകൾ ഇഷ്യൂഡ് ഷെയർസ് ഓഫ് എ ക്ലാസ് ഡിഡ് നോട്ട് കൺസെൻറ്റ് ടു സച്ച് വേരിയേഷൻ. അപ്പം 10% കുറയാത്തവർ അറ്റ്ലീസ്റ്റ് 10% അവർ അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ ഒരു 9% ആണെങ്കിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോൾ 10% കുറയാത്ത ഒരു പേഴ്സൻ്റ് അവർ ഈ മാറ്റം അംഗീകരിക്കുന്നില്ല എങ്കിൽ, where the holders of not less than 10% of the issued shares of a class did not consent to such variation or vote in favor of a special resolution for variation, then they may apply to the tribunal to have the variation cancelled. അവർക്ക് എന്താണ് ഈ വേരിയേഷൻ ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടി കമ്പനി ലോ ട്രൈബ്യൂണലിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം. പക്ഷെ ഇവിടെ ഒരു 10% കുറയാത്തൊരു വിഭാഗം ഈ ഒരു വേരിയേഷൻ അംഗീകരിക്കാത്തവരായിരിക്കണം. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് ആ വേരിയേഷൻ അക്സെപ്റ്റ് ചെയ്യാത്ത ആളുകൾക്ക്, അംഗീകരിക്കാത്ത ആളുകൾക്ക് ഈ വേരിയേഷൻ ക്യാൻസൽ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ട്രിബ്യൂണലിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം. Whereas any such application is made, the variation shall not have effect unless and until it is confirmed by the tribunal. അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ട്രിബ്യൂണൽ കൺഫേം ചെയ്യുന്നത് വരെ ആ വേരിയേഷൻ ഇഫക്റ്റ് ഉണ്ടാകുന്നില്ല. The decision of the tribunal on the application by the shareholders shall be binding on them. The company shall, within 30 days of the date of the order of the tribunal, file a copy thereof with the registrar. അങ്ങനെ ഒരു ട്രിബ്യൂണലിൻ്റെ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഓർഡറിൻ്റെ ഒരു കോപ്പി ഓർഡർ കിട്ടി 30 ദിവസത്തിനകം രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ അടുത്ത് ഫയൽ ചെയ്തിരിക്കണം. ഇതെന്താണ്? വേരിയേഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് വോട്ടിംഗ് റൈറ്റ് ആണ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ വോട്ടിംഗ് റൈറ്റിൽ വേരിയേഷൻസ് വരുത്താം. അതിനാൽ ലീഗൽ പ്രൊസീഡിങ്സും ലീഗൽ ഫോർമാലിറ്റീസും എക്സാക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിരിക്കണം. The next point is differential voting right shares, DVR shares, differential voting right. 2013 ആക്ട് പ്രകാരം ഹയർ ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ് അലൗ ചെയ്യപ്പെടുന്നതല്ല. വോട്ടിംഗ് റൈറ്റിൽ കുറവ് വരുത്തുന്നതിന് വേണ്ടിയുള്ള ചേഞ്ചസ് അലൗ ചെയ്യുന്നുള്ളൂ. Section 42 of the Companies Act 2013 provides that a company limited by shares shall be entitled to issue equity share capital with one voting rights or with differential rights as to dividend, voting or otherwise in accordance with such rules as may be prescribed by the central government. The second category mentioned gives scope for issue of shares with differential voting right. അപ്പോൾ രണ്ടാമത്തെ ഒരു പ്രൊവിഷൻ എന്താണ്? with differential right as to dividend, voting or otherwise in accordance with such rules as may be prescribed by the central government. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് കാലാകാലമായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്ന റൂൾസിനനുസൃതമായിട്ട് ഡിഫറൻഷ്യൽ റൈറ്റോട് കൂടിയ ഷെയർസിൻ്റെ ഇഷ്യൂ അലോ ചെയ്യാം. ദെൻ ദീസ് ഷെയർസ് വിച്ച് ആർ ഓർഡിനറി ഇക്വിറ്റി ഷെയർസ്, ഇപ്പം ഇങ്ങനെയുള്ള ഡിഫറൻഷ്യൽ വോട്ടിംഗ് ആയിട്ടുള്ള ഷെയർസ് എന്താണ്? ഓർഡിനറി ഇക്വിറ്റി ഷെയർസ് ആണ്. ഷാൽ ഹാവ് ഡിഫറൻസ് ഇൻ ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഓർ ഇൻ ദി വോട്ടിംഗ് റൈറ്റ് അറ്റാച്ച്ഡ് ടു ദീസ് ഷെയർസ്. ഹൗവർ, Indian regulations do not permit companies to issue equity shares with higher voting right. ഇന്ത്യയിലെ റെഗുലേഷൻസ് 2013 റെഗുലേഷൻ പ്രകാരം ഹയർ വോട്ടിംഗ് റൈറ്റ് ഉള്ള ഇക്വിറ്റി ഷെയർസിൻ്റെ ഇഷ്യൂ അലോ ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ നിലവിലുള്ള നിയമപ്രകാരം ഷെയർസ് വിത്ത് ഹയർ വോട്ടിംഗ് റൈറ്റ്സ് കനോട്ട് ബി അലൗഡ് അല്ലെങ്കിൽ ഇഷ്യൂഡ്. Hence, Indian DVR shares provide for lower voting right as compared to ordinary equity shares. അപ്പം ഇന്ത്യയിലെ DVR ഷെയർസ് എന്താണത്? കുറഞ്ഞ വോട്ടിംഗ് റൈറ്റ് ആണ്. അപ്പം അവർക്ക് വോട്ടിംഗ് റൈറ്റ് കുറയുമ്പോൾ ഒരുപക്ഷെ ഡിവിഡൻഡിൽ ഒരു വർധനവുണ്ടാകാം. അപ്പം ലോവർ വോട്ടിംഗ് റൈറ്റ്സ് ആൻഡ് ഹയർ ഡിവിഡൻഡ്, അപ്പം അത് അലോ ചെയ്യാവുന്നതാണ്. ദെൻ നിങ്ങൾ അഡ്വാൻറ്റേജസ് ഒന്ന് നോക്കിയാൽ മതി. കണ്ടീഷൻസ് റിഗാർഡിംഗ് ഇഷ്യൂ ഓഫ് DVRs.
ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ് ഷെയർസിൻ്റെ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട ലീഗൽ പ്രൊവിഷൻസ് എന്തൊക്കെയാണ്? ദി ഇഷ്യൂ ഓഫ് DVR ഈസ് റെഗുലേറ്റഡ് ബൈ ദി കമ്പനീസ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബഞ്ചേഴ്സ് റൂൾസ് 2014. ഇപ്പം 2013 ആക്ടിലെ പ്രൊവിഷൻസ് അല്ലെങ്കിൽ സെക്ഷൻസ് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും അത് കൊടുത്തിരിക്കുന്നത് 2014 റൂൾസിലാണ്. ദി ഫോളോയിങ് ആർ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻസ് റിഗാർഡിംഗ് ദി ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സ്. ഇപ്പം ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ദെൻ ദി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനി ഷുഡ് ഓതറൈസ് ദി ഇഷ്യൂ ഓഫ് ദി ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ റൈറ്റ്സ് ആർട്ടിക്കിൾ അനുവദിച്ചിരിക്കണം. അപ്പം ഇങ്ങനൊരു ഇഷ്യൂ ആർട്ടിക്കിൾസ് അനുവദിച്ചിരിക്കണം, ആർട്ടിക്കിൾസിൽ അനുവാദമുണ്ടായിരിക്കണം. ദെൻ ആൻ ഓർഡിനറി ഷെയർ ഷാൽ ബി പാസ് ബൈ എ ജനറൽ മീറ്റിംഗ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ്. ഇതിന് അനുകൂലമായിട്ടൊരു ഓർഡിനറി ഷെയർ ജനറൽ മീറ്റിംഗിൽ പാസ്സാക്കിയിരിക്കണം. വെൻ ദി ഇക്വിറ്റി ഷെയർസ് ഓഫ് എ കമ്പനി ആർ ലിസ്റ്റഡ് ഓൺ എ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ദി ഇഷ്യൂ ഓഫ് സച്ച് ഷെയർസ് ആൽ ബി അപ്രൂവ്ഡ് ബൈ ദി ഷെയർ ഹോൾഡേഴ്സ് ത്രൂ പോസ്റ്റൽ ബാലറ്റ്. ഇനി ഇങ്ങനൊരു ഇഷ്യൂ നടന്നു കഴിയുകയാണെങ്കിൽ എന്താണ്? ആ ഇഷ്യൂ പോസ്റ്റൽ ബാലറ്റിലൂടെ ഷെയർ ഹോൾഡേഴ്സ് അപ്രൂവ് ചെയ്തിരിക്കണം. ഇത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റുള്ള ഷെയർസിൻ്റെ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട ലീഗൽ പ്രൊവിഷൻസ് ആണ്. The value of DVR shares shall not exceed 26% of the total post-issue paid up equity share capital, including equity shares with differential rights issued at any point of time. ഇതൊരു പ്രധാനപ്പെട്ട കണ്ടീഷനാണ്. എന്താണ് ഇതിന്? DVR ഷെയർസിൻ്റെ വാല്യൂ ഒരു കാരണവശാലും ടോട്ടൽ ഇഷ്യൂഡ് ക്യാപിറ്റലിൻ്റെ 26% കൂടാൻ പാടില്ല. The company has not defaulted in filing financial statements and annual returns for 3 financial years immediately preceding the financial year in which it is decided to issue such shares. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? DVR ഷെയർസിൻ്റെ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട ലീഗൽ പ്രൊവിഷൻസ് ആണ്. നമ്മൾ ഈ ഒരു ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.